ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്നലെ കുക്കിങ്ങിൽ കയറി. അതുകൊണ്ട് ഐ ഡിൻറ്റ് ഫൈൻഡ് ടൈം ആഫ്റ്റർ ഡ്രസ്സിങ് അപ്പ് ടു കം ആൻഡ് ടോക്ക് ടു യു. സോ ഐ വാസ് ജസ്റ്റ് സോ ടയേർഡ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ പോയി. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഹൗ ഡു വി ചൂസ് ഫ്രണ്ട്ഷിപ്സ്, അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ച്. നമ്മൾ ചെറിയ പ്രായത്തിൽ കൂടിയ ആൾക്കാരില്ലേ, കുഞ്ഞു വയസ്സിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നവരില്ലേ, അവരുമായിട്ട് നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ലെങ്കിലും കൂടി നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോഴേക്കും പോയി അങ്ങ് ഹഗ് ചെയ്യും അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാനൊക്കെ LKG മുതൽ 10th വരെ, അതായത് 12 ഇയേഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ ചെറുപ്പത്തിൽ. ഞങ്ങളൊരു 30 സ്റ്റുഡൻസ് ആയിരുന്നു ക്ലാസ്സിൽ. അതിൽ ഒരു 10 പേരുമായിട്ട് കോൺസ്റ്റൻറ്റ് ടച്ച് ഇപ്പോഴും ഉണ്ട്. ബാക്കി എല്ലാവരും ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് അല്ല കേട്ടോ. ഈ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും ഞാൻ അയക്കാറില്ല. അവർ കുറേ പേര് അങ്ങനെ അയക്കുന്നുണ്ട് കേട്ടോ. അത് അയക്കുന്നത് തെറ്റാണെന്നൊന്നും അല്ല കേട്ടോ. ദാറ്റ് ഷോസ് ദാറ്റ് ദേ കെയർസ് ഫോർ അതേഴ്സ്. എനിക്ക് അല്ലെങ്കിൽ പോലും അവർ മനസ്സിലുണ്ട്. ഞാനിങ്ങനെ അയക്കുമ്പോൾ ഇവരൊക്കെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. 5 മണിക്ക് എണീറ്റ് മെസ്സേജ് ഗുഡ് മോർണിംഗ് അയക്കുന്ന 2-3 ഗഡീസ് ഉണ്ട് നമുക്ക്, ഫ്രണ്ട്സ്. അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റിട്ട് പോകുമ്പോഴേ ഒരു ഗുഡ് മോർണിംഗും ഒരു പൂവൊക്കെ അയച്ചു വെക്കും. പിന്നെ എനിക്ക് എന്താണെന്നറിയോ, എൻ്റെ ഈ ഫോണാണ് എൻ്റെ സകല ഡാറ്റാസും. അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജസ് വരുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നടക്കണം ഞാൻ. അതുകൊണ്ട് ഞാൻ അധികവും ഡിസപ്പിയറിങ് മെസ്സേജസിൽ ഇട്ട് വെക്കണം ഈ വാട്സപ്പ്. നിങ്ങളത് ചെയ്യാറുണ്ടോ? വാട്സപ്പിൽ ഡിസപ്പിയറിങ് മെസ്സേജ് ഇട്ട് വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. സോ ദാറ്റ് ഇതൊന്നും നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ, ഈ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഒക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഞാനൊക്കെ ക്യാഷ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. മന്ത്ലി ഐ എം പേയിങ് എൻ എമൗണ്ട് ഈ iCloudൽ സാധനങ്ങൾ വയ്ക്കാം. ബിക്കോസ് ഈ യൂട്യൂബ് ഇതിൽ ലിങ്ക്ഡ് ആയതുകൊണ്ടേ. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഫെയ്ഡ് ഔട്ടായി പോകും. ഒന്ന് വന്നിട്ട് പ്രോക്സിമിറ്റി, അതായത് നമ്മളെപ്പോഴും കാണുന്നില്ല അല്ലേ, കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ, അതായത് അടുത്തല്ല നമ്മൾ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഒരേ ടൗണിലല്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അകന്നകന്ന് പോകും. പ്രോക്സിമിറ്റി അല്ലേ? കണ്ണകലത്തിലില്ലാത്തത് മനസ്സിൽ നിന്നും പോകും അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ. ഇഫ് യു ആർ നോട്ട് സീയിങ് എ പേഴ്സൺ ഡെയിലി സംടൈംസ് നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുമെന്നല്ലേ പറയുക. പിന്നെ ഒരെണ്ണം വന്നിട്ട് എനർജി ലെവൽസ്. നമുക്കുള്ള എനർജി ലെവൽസ് ഈ 5 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആ എനർജി ലെവൽസ് വ്യത്യാസം വരും. മനസ്സിലായോ? ആ സമയത്ത് ലൂസായി പോകും. ചിലപ്പം ഒരാൾക്ക് നമുക്ക് 30 വയസ്സുള്ള നമ്മുടെ ഫ്രണ്ട് നമുക്കുള്ള എനർജി ആയിരിക്കില്ല ചിലപ്പോൾ ആ 30 വയസ്സുള്ള ഫ്രണ്ടിന്, അല്ലെങ്കിൽ ആ 30 വയസ്സുള്ള ഫ്രണ്ടിനുള്ള എനർജി ആയിരിക്കില്ല 30 വയസ്സുള്ള എനിക്ക്. കാരണം ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അത് ഡിഫറാകാം അല്ലേ? മേ ബി ഹെൽത്ത് ഇഷ്യൂസ് ആകാം, ഫാമിലിയിലെ പ്രോബ്ലംസ് ആകാം അല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം കൊണ്ട് അത് വീക്കനായി പോകും. ഇതല്ലാതെ മൂന്നാമതൊരു റീസൺ വരുന്നത് സോഷ്യൽ സ്റ്റാറ്റസ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല സ്റ്റാറ്റയിലായി പോകും പിള്ളേർ. ആ ഒരു 30 പേരിൽ എല്ലാവരും ഒരേ സ്ട്രാറ്റ ആയിട്ടില്ലെങ്കിൽ മിക്കവാറും തന്നെ ആകാറുണ്ട് കേട്ടോ. ഒരേ സ്കൂളിൽ ഒരേ സെക്ഷനിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഏകദേശം ഏറെക്കുറെ സിമിലർ ആയിരിക്കും. അതിൽ പക്ഷെ ചിലരെങ്കിലും ഇഫ് അതൊരു ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അപ്പോൾ അവർക്ക് ആ ഒരു ലെവൽ ആ സമയത്തുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഒരേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ 30 പേരെ വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അതെല്ലാം ഇപ്പം അമ്മയുടെ സ്കൂളിലൊക്കെ ഇല്ലേ പല രീതിയിലുള്ള കുട്ടികളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരേ രീതിയിലുള്ള സ്ട്രാറ്റയിൽ നിന്നുള്ള കുട്ടികളല്ല വരുന്നത് ചില സ്കൂൾസിലെ. അപ്പോൾ അങ്ങനെ വരുമ്പം ചിലർ സോഷ്യലി ബാക്ക്വേർഡ് ആകുമ്പം ചിലപ്പോൾ ആ കണക്ഷൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് സൊസൈറ്റൽ നോംസ് അനുസരിച്ച് ആൾക്കാർ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും പറ്റും. പക്ഷേ ചില ആളുകൾ നിങ്ങൾ കാണാറേ ഇല്ല. ബിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടുണ്ട്, വല്ലപ്പോഴും എനിക്ക് കാണുമ്പോഴേ ഇന്നലെ നമ്മൾ കണ്ട പോലെ സംസാരിക്കും. അതാണ് ശരിക്കുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. വേറെ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമ്മൾ ആ ഒരു മൊമെൻറ്റ് അടുത്ത നിമിഷം എന്ന് പറഞ്ഞ് വിളിച്ച് വന്നിട്ട് ഹഗ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതാണ് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴേ നമുക്ക് മനസ്സിൽ കുശുമ്പില്ല, ഇവളങ്ങനെ ആയോ അവളങ്ങനെ ആയോ, അതൊന്നും ഒരു ചിന്തയില്ലാതുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. അതല്ലാതെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട്
ഇരിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിലൊരു ഫ്രണ്ട് എന്നാണെങ്കിൽ ആ ഫ്രണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അത് പല തിയറീസിലും അങ്ങനെ പറയുന്നതാണെങ്കിലും ഇത് 3നെയും ഓവർകം ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പില്ലേ, ആ ഫ്രണ്ട്ഷിപ്പാണ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. ബെസ്റ്റീസ് ഇന്നത്തെ ഇതിൽ പറയുകയാണെങ്കിൽ ബെസ്റ്റീസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഫ്രണ്ട്സിനെയാണ് ബെസ്റ്റീസ് എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പണമോ അല്ലെങ്കിൽ വയസ്സോ അല്ലെങ്കിൽ സൊസൈറ്റിയോ ഒന്നും ആയിരിക്കരുത്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നല്ല കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നല്ലേ? അതായത് മുഖത്ത് ഒരു ചെങ്ങാതിയുടെ മുഖം നമ്മുടെ മുഖത്തേക്ക്, കണ്ണുകളാണ് നമ്മുടെ മുഖത്തിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഫേസൊക്കെ കഴുകി പൊട്ടൊക്കെ കുത്തി ഇങ്ങനെ വരികയാണെങ്കിൽ എൻ്റെ ചങ്ങാതി കണ്ണാണെങ്കിൽ ആകെ ഈ പൊട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് അവൻ പറഞ്ഞ ശരിയായിരിക്കും, അവൾ പറഞ്ഞ ശരിയായിരിക്കും, ഇത് ഇങ്ങനെ നേരെയാക്കിയിട്ട് അങ്ങ് പോവാം അല്ലേ? കാരണം അത്ര നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കും നമുക്ക് എന്നും കാലങ്ങളോളം നമുക്ക് ഉതകുന്നത്. അതിനൊരു ഉദാഹരണം പറയാനാണ് UAE എന്ന് പറഞ്ഞ കൺട്രി, ഇന്ന് ഞാനൊക്കെ ജീവിക്കുന്ന ഈ രാജ്യം. എന്താ അതിനെപ്പറ്റി ഇന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ചിലരൊക്കെ ചോദിച്ചു നിങ്ങൾക്കൊക്കെ എന്നാൽ ഇപ്പം ഏകദേശം റിട്ടയർമെൻറ്റ് ഏജൊക്കെ ആയില്ലേ, നിങ്ങൾക്ക് കയറി പോന്നൂടെ എന്ന് ചോദിച്ചു. മീൻസ് ഇനിയിപ്പം നാട്ടിലൊക്കെ വന്ന് ജീവിച്ചുകൂടെ, എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന്. ഒരു കൺട്രി, അതായത് ഇപ്പം നമ്മുടെ രാജ്യത്താണ് അങ്ങനെയെങ്കിൽ നമ്മൾ എവിടേക്കാണ് ഓടിപ്പോവുക, നമ്മൾ അവിടെ തന്നെയല്ലേ ഇരിക്കുക. അപ്പോൾ ഒരു കൺട്രി എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോകാതെ ഇരിക്കുന്നതാണോ അതിൻ്റെ ശരി, അല്ലെങ്കിൽ നമ്മൾ അവരോടൊപ്പം നിന്ന് അവരുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മളും ഭാഗഭാഗമായിട്ട് നിൽക്കുന്നതാണോ നല്ലത്? എല്ലാവരും പറയും ഇതൊക്കെ ജോലിക്ക് വേണ്ടി പോയതല്ലേ, നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ കാര്യമുണ്ടോ ഇന്നത്തെ കാലത്തെന്ന് ചിലർ ചോദിച്ചേക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെ ഓടിപ്പോകുന്നത് ശരിയല്ല. ഒരു കമ്പനിയിൽ നമ്മൾ ഇത്ര എംപ്ലോയീസ് ഉണ്ട്, 10 എംപ്ലോയീസേ ഉള്ളൂ, 9 പേരും ഇന്ത്യക്കാരാണ്, ഒരാളേ ഉള്ള അറബിക്ക്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ വെറുതെ ഒരു ഇതിന് പറയുന്നതാണ്. അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് അത് കമ്പനി മൂടിപ്പോവില്ലേ, ഈ 10 ഇന്ത്യൻസും ഓടിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണോ? നമ്മൾ എന്താ പറയുക, ഇന്ത്യക്കാർ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് അനുഭവിച്ചോട്ടെ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒന്നിച്ച് നിന്ന് കാണിച്ചു കൊടുക്കേണ്ടതല്ലേ. അതൊരു പോയിന്റ്. ഈ കൺട്രീസിനെ പറ്റിയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, UAE എന്ന് പറയുന്നത് 7 എമിറേറ്റ്സ് ആണെന്ന്. അതിനു മുമ്പ് 19ാം നൂറ്റാണ്ടിൽ 1800s എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇവിടെ ഈ പ്രദേശം മുഴുവനും ഡെസേർട്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഫാമിലിയുടെയാണ് ഇത് അൽ മക്തൂം ഫാമിലി എന്ന് പറയുന്ന ആ ഫാമിലിയാണ് ഈ ദുബായ് ഉണ്ടാക്കിയതെന്ന് പറയും. അബുദാബിയിൽ നിന്നും ദുബായിലോട്ട് പലായനം ചെയ്തു എന്ന് പറയണം കുറച്ച് പേര് ഈ ഫാമിലിയിൽ. എന്നിട്ട് അവിടെ ഒരു ഷിപ്പിംഗ് ഹാർബർ ക്രീക്ക് ഉണ്ടായിരുന്നു, കുറച്ച് വെള്ളമൊക്കെയുള്ള, അവിടെ പോയി താമസിച്ചിട്ട് അവർ അവർ ഫിഷിംഗ് വില്ലേജാണ് അത്. ആ ഫിഷിങ്ങിൻ്റെ ഇതൊക്കെ എടുത്തു, ഫിഷിംഗ് ഡെവലപ്പ് ചെയ്യാൻ നോക്കി. അങ്ങനെ ആ കുറച്ച് പേര് ചിന്തിച്ചിട്ട് അവർ വിചാരിച്ചു ഇതൊരു ട്രേഡ് ഹബ്ബാക്കി മാറ്റാം, കാരണം ഇതിനകത്ത് വാട്ടർ വേ ഉണ്ടല്ലോ, പല രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞ് ആ ഫാമിലിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതൊരു ട്രേഡ് ഹബ്ബായിട്ട് മാറ്റിയത്. ഓയിലെല്ലാം വരുന്നതിന് മുമ്പേ പേൾസില്ലേ, നമ്മുടെ ഈ പേള്, ആ ബിസിനസ്സായിരുന്നു അവർക്ക്. കാരണം ആ ഏരിയയിൽ മുഴുവനും പേൾ ഹാർവെസ്റ്റിംഗ് ആയിരുന്നു, ഇതിൻ്റെ അടിയിൽ നിന്ന് കൊണ്ടുവരുന്ന പേള്. പക്ഷെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പേള് ഉണ്ടാക്കാൻ പറ്റും. ഈ ഓയിസ്റ്ററിനെ പിടിച്ചുകൊണ്ട് വന്ന് അത് ഇൻഡ്യൂസ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അറിയില്ലേ പേൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതായത് ഒരു ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫോറിൻ ബോഡി കടന്ന് കൂടിയാൽ, ഈ കൂടിയിരിക്കുന്ന ഒരു ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫോറിൻ ബോഡി എങ്ങനെയെങ്കിലും കടന്ന് കൂടി ഇതിനകത്ത് വന്ന് അത് ഫോമായി കാൽഷ്യം ഫോമായി ആണ് അത് പേളാവുക. അപ്പോൾ അത് നിറച്ചുള്ള ഒരു സ്ഥലമായിരുന്നു ആ ദുബായ്. അപ്പോൾ അവർ പേൾ എന്താ പറയുക, മുങ്ങിയെടുത്ത് ട്രേഡായിരുന്നു ആദ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എല്ലാവരും രാജാക്കന്മാർ അവരൊക്കെ പേൾസല്ലേ ധരിക്കണം ഇന്ത്യയിലൊക്കെ, അതിന് മുമ്പ് ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷേ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ചൈനയിലൊക്കെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാല്യൂ അങ്ങ് പോയി.
ഗോൾഡിൻ്റെ വാല്യൂ പോകാത്തത് എന്താണെന്ന് വെച്ചാൽ അത് ലിമിറ്റഡ് എഡിഷനാണ്. അത് നമുക്ക് ഉണ്ടാക്കി എടുക്കാനേ പറ്റുന്ന ഒരു സംഭവമേ അല്ല ഗോൾഡ്. ഗോൾഡ് കുഴിച്ചെടുക്കാൻ, മൈൻ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ലഭ്യത കുറവായതുകൊണ്ടാണ് അത് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ആ സമയങ്ങളിൽ ദുബായിൽ ഓയിലും ഇല്ല, അതായത് 18009 അങ്ങനെ ആ സമയത്ത് കേട്ടോ, ഓയിൽ കണ്ടുപിടിക്കുന്നത് ഞാൻ ജനിച്ച വർഷമാണ്. UAE ഫോം ചെയ്തിട്ട് 1972. ഏകദേശം ആ സമയത്താണ് ഓയിലും ഡ്രിൽ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഓയിൽ കണ്ടുപിടിച്ചതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഈ ഓയിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഓയിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും വറ്റും ദുബായ് ഏരിയയിൽ എന്നുള്ളത് അവർക്ക് പിടികിട്ടി. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അബുദാബിയിലാണ് നിറയെ ഓയിൽ ഉണ്ടായിരുന്നതെന്ന്. ദുബായ് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഈ അബുദാബി ഈ ഓയിൽ വിറ്റിട്ട് അതിന് ഉള്ള പൈസയൊക്കെ കുറേയൊക്കെ ആ എമിറേറ്റിലേക്കും കടം കൊടുത്തു. അങ്ങനെയാണ് അവർ തീരുമാനിച്ചത് ഇത് ഒരൊറ്റ രാജ്യമായിട്ട് ഈ 7 എമിറേറ്റ്സും കൂടിയാൽ അവർക്ക് ഒരാൾക്ക് ഒരാൾ താങ്ങായി നിൽക്കാൻ പറ്റുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ. ഒരാൾ മാത്രം നന്നായിട്ട്, ഒരാൾ എന്താ പറയുക നല്ലപോലെ നിന്നിരുന്നു. ഒരാൾക്ക് ഓയിലുണ്ട്, ഞങ്ങൾ തരില്ല പണം, ദിറംസ് ഞങ്ങൾ നിന്നെ ഡെവലപ്പ് ചെയ്യാൻ തരില്ല എന്ന് ദുബായിലോട്ട് ഇവിടുത്തെ ഷെയ്ഖ് പറഞ്ഞിരുന്നെങ്കിലെന്ന് ആലോചിച്ചൊക്കെ. ആ സമയത്ത് ഈ 2009 അവിടെ ഫിനാൻഷ്യൽ മാന്ദ്യം വന്ന സമയത്ത് ഈ എന്താ പറയുക ബുർജ് ഖലീഫയുടെ പേര് ബുർജ് ദുബായ് എന്നിട്ടിട്ടാണ് അവർ തുടങ്ങിയത്. അത് കുറേ നാളൊക്കെ നിന്നുപോയി എന്നാണ് പറയണത്. നിന്നുപോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഷെയ്ഖ്, അബുദാബിയിലെ ഷെയ്ഖ് പൈസ കൊടുത്തിട്ട്, പൈസയല്ല ഇവരുടെ ഫിനാൻഷ്യൽ ഡീൽസ് ഇങ്ങനെ സഹായം കൊടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെയാണ് അതിൻ്റെ പേര് ബുർജ് ഖലീഫ എന്ന് മാറ്റിയത്. അതായത് മൊത്തം UAEക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതുപോലെ. അതിങ്ങനെ വായിച്ചുള്ള അറിവുകളാണ് കേട്ടോ. എന്തെങ്കിലും വേറെ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറയാവേ. ഇത് ഞാൻ വായിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയണതാണ്. ഈ ദുബായ് ഉണ്ടായി വന്നതൊക്കെ അങ്ങനെ ഒരുപാട് അവർ കൊണ്ടുവന്ന് ഈ തലത്തിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഓരോരോ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന കണ്ടോ അല്ലേ. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന മാൻ പവർ മുഴുവനും ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാനിൽ നിന്നാണ് കേട്ടോ ആളുകൾ വന്നുകൊണ്ടിരുന്നതൊക്കെ. കാരണം ഇവിടെ വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അവർക്കാണെങ്കിൽ നമ്മുടെ അത്രയും ഇംഗ്ലീഷൊന്നും വന്ന് അറിയില്ല. കാരണം നമുക്ക് ബ്രിട്ടീഷുകാർ വന്ന് പോയതിൻ്റെ അവശേഷിപ്പായിട്ട് ഇഷ്ടംപോലെ ലാംഗ്വേജിന് നല്ല സ്കില്ലുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്ലുവൻ്റായിട്ട് പറയണവരൊന്നുമല്ല ഇവിടെ വന്ന് പണിയെടുത്തുകൊണ്ടിരുന്നത്. ബട്ട് സ്റ്റിൽ ദേ ന്യൂ ഇംഗ്ലീഷ്. അപ്പോൾ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നവർ ഇന്ത്യയിലുണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊക്കെ ഇവിടെ വന്നൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റി. ഇപ്പോഴാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ദുബായിൽ ഇന്ത്യൻസ് വീടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ദുബായ് നമ്മുടെ സെക്കൻഡ് ഹോം അല്ലേ, അല്ലെങ്കിൽ UAE, അബുദാബി എല്ലാം സെക്കൻഡ് ഹോം അല്ലേ, ഇവിടെ എല്ലാവരും വാങ്ങിക്കുന്നതൊക്കെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഓടാൻ പാടുണ്ടോ? അങ്ങനെയുള്ളിടത്തുനിന്ന് ഓടിപ്പോകാൻ പാടുണ്ടോ? പാടില്ല തന്നെ. എന്താ വരണമെന്ന് നോക്കാം. ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മളെ അവരുടെ ഗസ്റ്റായിട്ടല്ല കാണുന്നത്, കൂടപ്പിറപ്പുകളായിട്ട് കാണുന്നു. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇതയക്കാം, വാറല്ലേ നിങ്ങൾ കയറിപ്പോരും പറഞ്ഞില്ലല്ലോ. എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ദിസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ രീതിയിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ രീതിയിലോ ഒന്നുമല്ല ഞാൻ പറയണ. ഫിനാൻഷ്യൽ ഇക്കണോമിക് ക്രൈസിസ് ഇന്ത്യയിലേക്ക് വരും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. കാരണം ഇത്രയും ആളുകൾ ഉള്ള ഈ സ്ഥലം 90% എക്സ്പാറ്റ്സ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലുള്ളവരും ഉണ്ട് ഇവിടെ. ഇമറാത്തീസ് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, 10% ഉള്ളവരുടെ. അപ്പോൾ ഇതിൽ ഒരു 90% ആൾക്കാരിലും ഭൂരിഭാഗവും അല്ലേ ഇന്ത്യൻസാണ്. അത്രയും പേര് അങ്ങോട്ടേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യ കനോട്ട് ഹാൻഡിൽ ഇറ്റ്. ഹൗസിംഗ് ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കുറച്ചൊക്കെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാം, ആ ഒരു ബേസിക് മിനിമലിസം കൊണ്ട് ജീവിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇതുപോലെ ഒരു നല്ല രീതിയിലൊക്കെ ജീവിച്ച് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഉള്ള സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ആർക്കും ഒരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല അല്ലേ. ദുബായിയുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കാണണം. ആ ഒരു 1900 ഓൺവേർഡ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1956-57 ഒക്കെ ആയപ്പോൾ ഷെയ്ഖ് സായിദാണ് ഇവിടുത്തെ വൈസ് പ്രസിഡൻറ്റ്. UAEയിലെ ഷെയ്ഖ് സായിദാണ് ആ ദുബായിയുടെ തലവനായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലൊരു റോഡുണ്ട് കേട്ടോ അവിടെ, ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡാണ് നമ്മുടെ ദുബായ് ടു അബുദാബിയിലേക്കൊക്കെ
വരുന്ന റോഡിൻ്റെ പേരാണ് ഷെയ്ഖ് സായിദ് റോഡ്. അപ്പോൾ ആ ഷെയ്ഖ് മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നെ വൈസ് പ്രസിഡൻ്റ് ആയത്. അത് വളരെ ഒരു എന്താ പറയുക, ആ ഒരു ഫാമിലി ഈ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, കുറച്ചുള്ളൂ. ഈ ബഹ്റിൻ, അബുദാബി, ദുബായ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വലിയ രാജ്യമൊന്നുമില്ല. നമ്മളുടെ ഇന്ത്യ എന്ത് വലിയ രാജ്യമാണ്, അതിൻ്റെയൊക്കെ വളരെ ചെറിയ ഒരു ഭാഗമായിട്ടുള്ള ജോഗ്രഫിയേ ഉള്ളൂ ഇവിടെ. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ ഈ ഓയിൽ ഇൻഡസ്ട്രിയിൽ ഇവർ വളരെയധികം ഇതായതുകൊണ്ട്, എന്താ പറയുക, പ്രബലരായതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പണക്കാരായത്. അപ്പോൾ മറ്റേ പേൾ ഇൻഡസ്ട്രി തകർന്നു പോയെങ്കിലും അപ്പോഴേക്കും അവർ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇഷ്ടം പോലെ ഗോൾഡ് ഹബ്ബൊക്കെ ഉണ്ട്. ദുബായിൽ ഒരു സ്ട്രീറ്റ് മുഴുവനും ഗോൾഡാണ്, ഈ കാണണം അവിടെയൊക്കെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഒരു ദിവസം ഒരു വാർ വന്നുമ്പോൾ നമ്മളെല്ലാം പേടിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ അത് നടത്തും? അപ്പോൾ കൂടെ നിൽക്കുന്നവർ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലോയൽറ്റിയും കൂടെ കാണിക്കാനുള്ള സമയമാണ് അല്ലേ. ഞാൻ ദുബായിൽ കുറച്ച് നാൾ എൻ്റെ പഴയ കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദുബായ് ഓഫീസിന് വേണ്ടിയിട്ടല്ല, ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഐ യൂസ് ടു കം ടു ദുബായ് ഇടയ്ക്ക്. ഇവിടെ വന്ന് അബുദാബിയിൽ താമസിക്കുന്നതിന് മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെന്നൈയിൽ. അപ്പോൾ ആ ഏരിയ മൊത്തം ഒന്ന് ഇൻ്റർനെറ്റ് സിറ്റി, ഒന്ന് ഫിനാൻഷ്യൽ സിറ്റി, അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആ ഏരിയ മുഴുവനും ഓഫീസസാണ്. ഇവർ ഈ റിയൽ എസ്റ്റേറ്റിൽ പൈസയിട്ട് ആ ബിൽഡിങ്സൊക്കെ കുറേ ഷെയ്ക്കിൻ്റെയൊക്കെയാണ് കേട്ടോ. അത് റെൻറ്റിൽ കൊടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ ഈ വ്യാപാരം നടക്കുന്നതും. പിന്നെ ബിസിനസ് സെൻറ്റേഴ്സൊക്കെ എത്രയാണെന്നറിയോ, വേൾഡ് ട്രേഡ് സെൻറ്റർ ഇതൊക്കെ ഉണ്ട് അവിടെ. സോ ഇത്രയും പെട്ടെന്ന് എന്താ അത് മൂടിപ്പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ദുബായ് ഈസ് റിസിലിയൻറ്റ്, തിരിച്ചു വരും. കാരണം എത്രയോ കാര്യങ്ങൾ അവർ കടന്നു പോയിരിക്കുന്നു അല്ലേ. വെള്ളമില്ലാത്ത ഡെസേർട്ടായിട്ടുള്ളൊരു കൺട്രി. താഴെ പോയി നോക്കിയാൽ ഇന്നലെ കുറച്ച് മുമ്പ് ഞാനൊരു റീലിട്ടിരുന്നു, ഒരു പച്ച പരവതാനി വിരിച്ച പോലെ അവർ പൂക്കളെ വളർത്തുകയും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മനോഹരമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ രാജ്യത്തിന്. അവർ ഓയിൽ വിറ്റ് ബാങ്കിലിട്ടേക്കല്ല, അതുകൊണ്ട് ദേ ആർ ഡൂയിങ് ദ അതർ തിങ്സ് ഓൾസോ. ദേ മേക്ക് ദ സിറ്റി വെരി ബ്യൂട്ടിഫുൾ. ഹോർട്ടിക്കൾച്ചറും ജിയോളജിയും എല്ലാം ഉണ്ട്. അവർ അതിന് വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ജിയോളജിസ്റ്റിനെ കൊണ്ടുവന്ന് മണ്ണിനെ എങ്ങനെ ആക്കണം, ഫലഭൂയിഷ്ടമാക്കേണ്ടത് റിസർച്ച് നടത്തുന്നു. ആൻഡ് ദേ ഹാവ് എ ഹോർട്ടിക്കൾച്ചർ ടീം, ഗാർഡൻ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം നമ്മൾ പെട്ടെന്ന് നിപ്പിന് വാ കയറി വരൂ, പോവാ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്യാമെന്ന് പറയുന്നത്, അതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാവരും ദാറ്റ്സ് നോട്ട് ഗുഡ്. പിടിച്ചു നിൽക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴല്ലേ നമുക്ക് അപ്പം ആലോചിക്കാം. ഇപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബി റെസിലിയൻറ്റ്, ഡു യുവർ ഡ്യൂട്ടി, ഡു യുവർ ജോബ്, മൂവ് ഓൺ കേട്ടോ. അതായിരിക്കും നിങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കേൾക്കുന്നവർ അതായിരിക്കും മനസ്സിൽ വെക്കേണ്ടത്. പിന്നെ എത്രയോ കുടുംബങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും അല്ലേ, എത്രയോ ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവും അല്ലേ നാട്ടിൽ. ഈ എത്രയോ കുടുംബങ്ങളിൽ ഇന്നലെ ഇവിടെ ഒരു പയ്യൻ, എനിക്ക് AC-യുടെ മെക്കാനിക്ക് ഒരാൾ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവന് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് കൂട്ടി പറയാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ്. ഒരു ചെറിയ പയ്യൻ, ഒരു 25 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ലാംഗ്വേജ് ഡു യു സ്പീക്ക്? അതുപോലെ അവന് മനസ്സിലാവണില്ല, അവനിങ്ങനെ നിൽക്കുക. ചോദിച്ചു, തമിഴ്, ഹിന്ദി, മലയാളം, തെലുഗു, കന്നഡ, ഇങ്ങനെ ഞാൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ അവൻ എന്തിനു പറഞ്ഞു, ഹിന്ദി. ഓക്കെ. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഞാൻ പറയുന്ന എന്ത് കാര്യമാണ് അവിടെ പ്രോബ്ലം എന്നുള്ളത്. ഞാൻ ഹിന്ദിയിൽ, എൻ്റെ ഉള്ള ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവൻ പറഞ്ഞത്, ഓ ടീക്ക് ഹേ തോ ചോട്ടാ പ്രോബ്ലം ഹേ എന്നും പറഞ്ഞ് ശരിയാക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അവന് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, തും ക്യോ അക്കേലെ ആയാ, ദോ ജൻ ആനാ ഥാ നാ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നീ കോയി നെയ് ഹേ തോ സബ് ലോഗ് ലീവ് മീൻ ചലാ ഗയാന്ന്. എന്ന് പറഞ്ഞാൽ പേടിച്ച് ഓടിപ്പോയി കാണും. അപ്പോൾ ഈ പയ്യൻ മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു പോകുന്നില്ല എന്ന് ചോദിച്ചാൽ കുറച്ച് നാളായിട്ടുള്ളൂ വന്നിട്ട്. ഇസ്ലിയെ തോ മേനെ യഹാ ബസ് ഗയാ. പറഞ്ഞു നെയ് ഐസ നീ സോച്ചു. കാര്യം എന്താ വെച്ചാൽ നീ ഇപ്പോൾ ഇതിൻ്റെ സമയത്ത് ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാരണം നിനക്ക് നല്ലൊരു ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാനും ബൂസ്റ്റപ്പ് ചെയ്ത് വിട്ടു. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അല്ല ശരിക്കും അല്ലേ, ഇവിടെ ആളില്ലാത്തപ്പോൾ അവൻ മാത്രമായിട്ട് നിന്ന് വന്നതുകൊണ്ട്. ഒരു പയ്യൻ, അവനൊരു ട്രെയിനി ആയിട്ട് വന്നിട്ടേ ഉള്ളൂ, കുറച്ച് നാളായിട്ടുള്ളൂ, 2 months ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഹി കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ വാസ് ട്രൈങ് ടു കൺവേഴ്സ് ടു ഹിം. മറ്റേത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവുമല്ലോ.
അപ്പം ഞാൻ ഈ ബുക്കാണ് കേട്ടോ ഇപ്പോൾ വായിക്കണേ, ലെറ്റ് ദം തിയറി, മെൽ റോബിൻസിൻ്റെ. അപ്പോൾ ഇതിൽ വായിച്ചതാണ്, ഞാൻ ആ പില്ലേഴ്സിൻ്റെ കാര്യം വായിക്കുമായിരുന്നേ, ഫ്രണ്ട്ഷിപ്പിൻ്റെ. അത് വായിച്ച കാരണമാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ നമ്മൾ ഈ ദുബായ് ഷെയ്ഖുമാരുടെ ഫ്രണ്ട്ഷിപ്പ് കാരണം അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന കാരണമാണ് ഇത്രയും ഏരിയ വർക്ക് വലുതായി തന്നെ. അപ്പോൾ യു എയിൽ മറ്റു ഭാഗങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഷാർജയിൽ കുറേ കെട്ടിടങ്ങളാണ് ഉള്ളത്. കാരണം ദുബായിൽ ഭയങ്കര വാടകയാണ്, കാരണം ഇറ്റ്സ് സോ പോഷ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാർ ഷാർജയിലേക്ക് പോകാൻ പറ്റും, കാർ ഓടിച്ച് പോകാൻ പറ്റും. അപ്പോൾ അവിടെ അവർക്ക് റെസിഡൻഷ്യൽ റെൻറ്റ് കൊടുക്കുന്നതാണ് അവരുടെ ബിസിനസ്. പിന്നെ ലൈബ്രറീസും ബുക്സും അവർ വേറെ ലെവൽ. പിന്നെ അജ്മാൻ ഉണ്ട് അടുത്ത് ദുബായിൽ. ഇവിടെ അല്ലേ ഈ ഷാർജയിൽ വന്നിട്ട് ആർക്കും കള്ള് വിൽപ്പന പാടില്ല, അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഷെയ്ഖ് അവിടെ സമ്മതിക്കൂല. അപ്പോൾ അജ്മാനിലാണ് അത്, അതായത് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അജ്മാനിൽ അവർ സമ്മതിക്കും. അപ്പോൾ അവിടെ പോയിട്ടാണ് അവർ അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യുക അങ്ങനെ. പിന്നെ റാസൽ ഖൈമയുണ്ട്. റാസൽ ഖൈമയിൽ ടൂറിസമാണ് അധികം, ഇതുപോലെ ആൾക്കാർ പോയിട്ട് താമസിക്കുന്നു, വില്ലേജ് ഏരിയ അങ്ങനെയൊക്കെ. പിന്നെ ഫുജൈറയുണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഒമൽ ഖ്വൈം എന്ന് പറഞ്ഞിട്ട്. ഇവിടെയൊക്കെ ബാങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒമൽ ഖ്വൈമിൽ ഞാൻ പോയിട്ടൊന്നുമില്ല, ഫുജൈറയിലും ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. റാസൽ ഖൈമയൊക്കെ കാണാൻ പോയതാണ്. അവിടെ ഇറ്റ്സ് ഫുൾ ഓഫ് ഹിൽസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പോയതാണ്. നല്ലൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങളൊരു 2-3 ദിവസം ഹോട്ടലിലൊക്കെ താമസിച്ചു, ഞാൻ അരവിന്ദും. മോള് കൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. വി ജസ്റ്റ് ഡ്രോവ് ആൻഡ് വെൻറ്റ്, അങ്ങനെ അത് കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നത് കേൾക്കുന്നവരോട് ഞാൻ പറയണത്, ധൈര്യമായിട്ടിരിക്കൂ. വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കൂ, നിങ്ങളങ്ങനെ പേടിക്കരുതെന്ന് പറയൂ കേട്ടോ. ഓക്കെ ദെൻ. അതുപോലെ കയറി വാ അയ്യോ അത്താനെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തമിഴ് ഇതിൽ ഞാൻ കണ്ടില്ല, മാമ വന്തുരുങ്ങും, അത്താനല്ല മാമ വന്തുരുങ്കോ നീതാ എനിക്ക് മുഖ്യെന്നും പറഞ്ഞൊരു പെണ്ണ് കരയുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഡേയ് എന്താ നീ ഇങ്ങനെ പറയണേ, ഇവിടെ നോക്കൂ എത്ര ശാന്തമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ ബാക്കി എല്ലാവരും ഇല്ലേ ഇവിടെ, അവരെല്ലാവരും ഇവിടെ ജോലി ചെയ്യണില്ലേ എന്ന് ചോദിച്ചു. അരവിന്ദും അങ്ങനെ പറയൂ കേട്ടോ. ആദ്യം ഞാനിങ്ങനെ ഒന്ന് പതറിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, സി വാട്ട് ആം ഐ ഡൂയിങ്, ഐ ഷുഡ് നോട്ട് ഡൂ ദിസ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ധൈര്യം കൊടുക്കുക, ധൈര്യം കൊടുത്ത് മുമ്പോട്ട് പോവുക. ഓക്കെ. UAE എപ്പോഴും ഇറ്റ് റോക്സ്. ഐ ലവ് ദിസ് കൺട്രി. എൻ്റെ ഇന്ത്യ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്, എന്നാലും ഞാൻ പറയണം അതേപോലുള്ള ഇഷ്ടം എനിക്ക് UAE-നോടും ഉണ്ടെന്ന്. താങ്ക് യു.